അസ്സലാമു അലൈക്കും. ഞാൻ എൻ്റെ പഠിച്ച പണി 16, 17, 18 എല്ലാം പയറ്റി നോക്കി. 12 മണിക്ക് മുമ്പേ എങ്ങനെയെങ്കിലുമൊക്കെ വീഡിയോ ഇടാനായിട്ട് നടന്നില്ല. പറഞ്ഞിട്ട് കാര്യമില്ല, അതൊന്നും ഇനി നടക്കൂല. നല്ല മഴയായിരുന്നു ഇന്നലെ. അപ്പോൾ ചട്ടിച്ചോറ് ഉണ്ടാക്കുമെന്ന് വിചാരിച്ചു. ചട്ടിച്ചോറ് എന്താ സാധാരണ പാത്രത്തിൽ വെക്കുന്നത് ചട്ടിയിലാക്കി വെക്കുന്നു എന്നുള്ള ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. ദിസ് ഇസ് ചമ്മന്തി, തേങ്ങാ ചമ്മന്തി ഇല്ലേ, ചോറിൻ്റെ കൂടെ കുഴച്ച് കഴിക്കാൻ പറ്റുന്ന, അതാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ പിന്നെ ഇഞ്ചിയും കുഞ്ഞുള്ളിയൊക്കെ ഇടാൻ മറന്നു എന്നുള്ളത് ഞാൻ ഓർത്തത്. പിന്നീട് ഇഞ്ചിയും കുഞ്ഞുള്ളിയൊക്കെ ഇട്ടതിന് ശേഷം ഒന്നുകൂടെ ചതച്ചെടുത്ത് ചമ്മന്തി സെറ്റായി. പിന്നെ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് തക്കാളി മോരുകറിയാണ് കേട്ടോ. സാധാ മോരുകറിയല്ല. കടുക്, നമ്മുടെ അതായത് ഉലുവ, ഇഞ്ചി, വെളുത്തുള്ളി, കുഞ്ഞുള്ളി, പച്ചമുളക്, കറിവേപ്പില, പിന്നെ വറ്റൽമുളക് എല്ലാം കൂടെ ഇട്ട് നല്ല രീതിയിൽ വെളിച്ചെണ്ണയിൽ വഴറ്റിയെടുക്കണം. നല്ല രീതിയിൽ വഴറ്റിയെടുത്തതിന് ശേഷം നമ്മുടെ പൊടികളായ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് എല്ലാം കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്യുക. അടിയിൽ പിടിക്കാണ്ട് നോക്കണം കേട്ടോ. എൻ്റെത് ചെറുതായിട്ടൊന്ന് പിടിച്ച് തുടങ്ങിയപ്പോഴത്തേനും കരിഞ്ഞില്ല. ഞാൻ അതിനെ മേക്കപ്പ് ചെയ്തെടുത്തു. ആഫ്റ്റർ ദാറ്റ് ഒരു തക്കാളി ചേർക്കണം കേട്ടോ. തക്കാളി സ്ക്വയറായിട്ട് കട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഞാൻ അറിയാണ്ട് ഇങ്ങനെ കട്ട് ചെയ്ത് പോയതാണ്. അതിനുശേഷം അത് അടച്ച് വെച്ച് കുക്ക് ചെയ്യുക. ആഫ്റ്റർ ദാറ്റ് നമ്മൾ എൻ്റെ അടുത്ത് കട്ടത്തൈര് ഉണ്ടായിരുന്നത് കൊണ്ട് അതിനെ ഇച്ചിരി ലൂസാക്കി, വെള്ളം ഒഴിച്ച് ഇച്ചിരി ലൂസാക്കിയിട്ടാണ് ഞാൻ നമ്മുടെ കറിക്കൂട്ടിൽ ആഡ് ചെയ്ത് കൊടുത്തത്. സിമ്മിലിട്ടിട്ട് വേണം ചെയ്യാൻ. കേട് ഇട്ടതിന് ശേഷം ഒരു കാരണവശാലും തിളയ്ക്കാൻ പാടില്ല, അത് ടേസ്റ്റേ മാറിപ്പോവും. ആൻഡ് തക്കാളി മോരുകൂട്ടാൻ റെഡിയായി. പിന്നെ എനിക്കിന്ന് രാവിലെ ചീര കിട്ടിയായിരുന്നേ. അപ്പോൾ സെയിം താളിച്ചു, കുഞ്ഞുള്ളിയൊക്കെ ഇട്ട് താളിച്ചതിന് ശേഷം ചീര കട്ട് ചെയ്തത് അതിലോട്ട് ഇട്ട് കൊടുത്തു, മിക്സ് ചെയ്തു, ഉപ്പിട്ടു, ചീരത്തോരൻ റെഡി. ആൻഡ് പിന്നെ മീനായിട്ട് കിട്ടിയത് ഇന്ന് നെത്തോലിയാണ്. നെത്തോലി ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. സുർജിക്ക് നെത്തോലി ഫ്രൈ ചെയ്യുന്നത് ഇഷ്ടമാണ്. എല്ലാ മസാലകളും എടുക്കുക, അതായത് പൊടികളൊക്കെ എടുക്കുക, സ്പൈസ് പൗഡേഴ്സ് എടുക്കുക, പിന്നെ കുഞ്ഞുള്ളി, വറ്റൽമുളക്, പിന്നെ ഒരുപാട് കറിവേപ്പില കുഞ്ഞായിട്ട് അരിഞ്ഞത്, അത് നമ്മുടെ ഇതിലോട്ട് മീനിലോട്ട് നല്ല രീതിയിൽ, നെത്തോലിയിൽ നല്ല രീതിയിൽ പിടിപ്പിച്ചതിന് ശേഷം വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കുക. നല്ല രീതിയിൽ നല്ല ക്രിസ്പി ആയിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്ന നല്ല ടേസ്റ്റാണ്. വെറുതെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതും റെഡിയായി. പാത്രത്തിൽ ചോറ് വിളമ്പുന്നതിന് പകരം ചട്ടിയിൽ ചോറ് വിളമ്പുവാണ്. അതിനുശേഷം ഞാൻ നമ്മുടെ കപ്പ പുഴുങ്ങിയത് കാണിക്കാൻ മറന്നതല്ല, സമയം കിട്ടിയില്ല. കറണ്ടൊക്കെ പോയായിരുന്നു ഇടയ്ക്ക്. പിന്നെ റിസ്ക് എടുക്കാനായിട്ട് നിന്നില്ല ഞാൻ. കപ്പ എന്താ ക്ലീൻ ചെയ്യുക, അതിൻ്റെ സ്കിന്ന് കളയണം, പുഴുങ്ങണം, അത്രയേ ഉള്ളൂ. പിന്നെ ഞാൻ ഉണ്ടാക്കിയ എല്ലാ സാധനങ്ങളും ഞാനിങ്ങനെ ഓരോ സൈഡിലായിട്ട് ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചു. എൻ്റെ ഭാഗ്യം കൊണ്ട് ആ ചട്ടി ഉള്ള സാധനങ്ങളൊക്കെ വെച്ചപ്പോൾ ചട്ടിയൊക്കെ അങ്ങ് നിറഞ്ഞ്. അപ്പോൾ എനിക്ക് സന്തോഷമായി. പിന്നെ ചട്ടിച്ചോറ് എന്നുള്ളൊരു പേരും കൂടി ഇട്ടു. അപ്പോൾ അതാണ് ഇന്നത്തെ റെസിപ്പിയായിട്ടൊന്നുമില്ല, എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. നമ്മൾ നോമ്പ് കഴിഞ്ഞതിന് ശേഷം ഇങ്ങനൊരു സമാധാനമായിട്ടുള്ളൊരു ഭക്ഷണം കഴിക്കുമ്പോഴത്തേനും ഭയങ്കര സന്തോഷമല്ലേ. എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പോൾ ഇതാണ്. ഇന്നലെ നല്ല മഴയൊക്കെ ആയിരുന്നല്ലേ ഇന്നലെ. അതിന് പകരമായിട്ട് ഇന്ന് ഡബിളായിട്ട് ചൂടും. അപ്പോൾ ഐഷു ഇപ്പം മക്കൾ പിന്നെ മഴ കണ്ടാൽ പിന്നെ അകത്തോട്ട് വരേയില്ല, പ്രത്യേകിച്ചും ഐഷു. ആദമും അയാനും അങ്ങനെ തന്നെയാണ്, അവരെ പുറത്തിറക്കിയില്ല. പിന്നെ അപ്പോൾ അത്രയേ ഉള്ളൂ. എല്ലാവരും സമയം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ, സമയത്തിൻ്റെ വില എനിക്ക് നല്ല രീതിയിൽ അറിയുന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഈ സമയത്തിൻ്റെ കാര്യം എപ്പോഴും പറയുന്നത്. സമയം കിട്ടുമെന്നുണ്ടെങ്കിൽ എല്ലാവരും ഇതുപോലൊക്കെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഉണ്ടാക്കി നോക്കണം കേട്ടോ. എപ്പോഴും 4 കൂട്ടം കറികൾ വേണം എന്നൊന്നും ഞാൻ പറയില്ല. പറ്റുന്ന സമയത്തൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ ഇങ്ങനെ കഴിക്കുമ്പോൾ ഒരു രസമാണ് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. അസ്സലാമു അലൈക്കും. ബൈ.